ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവത്തിലേക്കുള്ള മടങ്ങിവരവിൻ്റെ ഈ നോമ്പിൽ ധൂർത്തുപുത്രനെ നോക്കിയിരുന്ന പിതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് സ്നേഹരാഹിത്യത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് നാം മടങ്ങിയെത്തുന്നത് നോക്കിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തെയാണ്. നമ്മുടെ തിരിച്ചുവരവ് നമ്മേക്കാൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് ദൈവമാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം 524-ാം നമ്പറിൽ തിരുസഭ പഠിപ്പിക്കുന്നു, നാം പാപികളായിരിക്കെ നമ്മെ പുത്രന്മാരായി സ്വീകരിച്ചവനാണല്ലോ ദൈവം. കരുണയുള്ള ഒരു പിതാവ് നമുക്കുള്ളത് കൊണ്ട് ക്ഷമിക്കലും അനുരഞ്ജനപ്പെടലും ജീവിതത്തിൽ സാധ്യമാണ്. ആയതിനാൽ തന്നെ എത്രത്തോളം വേദനിപ്പിച്ചാലും എത്രത്തോളം ദൈവത്തിൽ നിന്ന് അകന്നുപോയാലും ഇരു കരങ്ങളും ഹൃദയവും തുറന്ന് നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്ന പിതാവായ ദൈവത്തിലേക്ക് ഉള്ള ഒരു മടക്കയാത്രയാകട്ടെ ഈ നോമ്പുകാലം. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള നമ്മുടെ ഈ നല്ല ആഗ്രഹം ജനിപ്പിച്ച ദൈവം തന്നെ നമ്മെ ഇതിന് സഹായിക്കും. വിശുദ്ധ ചാവറ പിതാവ് ഇപ്രകാരം പറയുന്നു, പിഴയ്ക്കാത്ത മനുഷ്യരില്ല, പൊറുക്കാത്ത ദൈവവുമില്ല. നമുക്ക് എത്രത്തോളം പിഴച്ചാലും അത്രത്തോളം പൊറുക്കുവാൻ ദൈവം തയ്യാറാണ്. നാം ചെയ്യേണ്ടത് ഒന്നു മാത്രം, ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവ്. ഈ നോമ്പുകാലം അതിന് ഉചിതമായ ഒരു അവസരമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.